നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ ഈ യുദ്ധമൊക്കെ വന്നപ്പോൾ അങ്ങനെ ആലോചിച്ചാണ്. അപ്പോൾ യുദ്ധം വന്നു, വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഓൻ്റെ അമ്മ ഓനോട് പറഞ്ഞല്ലോ, ഇജ്ജ് പേടിച്ചണ്ടടാ, നമ്മളെ തൊടുവിൽ കുറേ തേങ്ങ ഉണ്ട്, പിന്നെ ബാപ്പാക്ക് റേഷൻ പിടിയുള്ളത്, അരി ഉണ്ടാവും, ഇവിടെ നമുക്കെല്ലാവർക്കും കഞ്ഞി നല്ല ഇഷ്ടമാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി കണ്ട് എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കും, ബേജാറാകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജീവിക്കാൻ ശരിക്കും പറഞ്ഞ റേഷൻ പൊടിയിലെ അരിയും അതുകൊണ്ടുണ്ടാക്കിയ കഞ്ഞിയും ചമ്മന്തിയും തൊടുവിലെ തേങ്ങ കൊണ്ടുണ്ട ചമ്മയും കുറച്ച് കർമൂസിയും ചേമ്പും ചേനയും ഒക്കെ തന്നെ ഉണ്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ഇപ്പം എന്തിനാണ് നമ്മളെല്ലാവരും ഈ പൈസ എങ്ങനെ ഉണ്ടാക്കണ്? അത് നമ്മൾ സമ്പാദിക്കണം. നല്ലൊരു നാളേക്ക് വേണ്ടിയാണ്. നമ്മളെ മക്കളെ കെട്ടിച്ച ഓൽക്ക് നല്ല ഒരു ഒരു നല്ല രീതിയിൽ കുട്ടികളൊക്കെ പഠിപ്പിച്ചെത്തിക്കണം, നല്ലൊരു പെര വേണം, ഒക്കെ അങ്ങനെ നല്ലത് വേണം, തോന വേണം എന്ന് വിചാരിച്ച് സമ്പാദിക്കണോണ്ടാണ് നമ്മൾ ഇത്ര ഇടങ്ങാറാകേണ്ടി വരുന്നത്. അന്നാന്ന് ജീവിച്ച് പോകാനാണെങ്കിൽ ഇത്ര വലിയ ഇടങ്ങാറൊന്നും ഇല്ല. അപ്പൊ പിന്നെ അന്നാന്ന് ജീവിച്ച് പോകാൻ വേണ്ടി മാത്രം ഇടങ്ങാറായിട്ട് ബാക്കിയൊക്കെ നമുക്കിങ്ങനെ ഖുർആൻ ഓതി സുന്നത്തൊക്കെ നിസ്കരിച്ച് കുത്തിരുന്നാ പോരെ? സ്വർഗം കിട്ടാൻ അതല്ലേ ഏറ്റവും നല്ലത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഞാൻ സൃഷ്ടിച്ചത്. പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ കടന്നടങ്ങാറാണ്? ആരാധിച്ചാൽ പോരെ എന്ന് പണ്ടേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുമ്പം അത് വെറും ഒരു നിസ്കരിച്ചലും നോൽബോൽക്കലും ദിക്റ് ചെല്ലലും മാത്രമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ലാഹിറഹു വ ബാത്തിനഹു എന്നാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാക്കുകളും പ്രവർത്തികളും ചിന്തകളും ഇതൊക്കെ ഇബാദത്താണ്. അള്ളാഹിനെ അറിയാം, അള്ളാഹിനെ പറ്റി ചിന്തിക്കുക. അല്ലേ? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെല്ലുന്ന സൂറത്തു ആൽ ഇംറാന്റെ അവസാനത്തെ 10 ആയത്തുകളാണ്. അതിന്റെ തുടക്കം എങ്ങനെയാണ്? ഇന്ന ഫീ ഖൽഖി സമാവാതി. അല്ലെ, ചന്ദ്രനിലേക്ക് ഒരു വണ്ടി പോയിട്ടുണ്ട്, 10 ദിവസം കൊണ്ട് ചന്ദ്രനെ ചുറ്റി ഇങ്ങോട്ട് വരും എന്നാ പറയുന്നത്. അത്രയും വിശാലമായി ഭൂമി, ഈ ഭൂമിയിലുള്ള മൺതരികളെക്കാൾ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മൺതരിന്റെ വലുപ്പത്ര, നക്ഷത്രത്തിന്റെ വലുപ്പത്ര അല്ലേ? ഈ സൂര്യനിൽ മാത്രം 13 ലക്ഷം ഭൂമിനെ കൊള്ളുന്ന ഒറ്റ സൂര്യന്റെ ഉള്ളിൽ, അത്രയും വലുതാണ് സൂര്യൻ. സൂര്യനൊക്കെ വളരെ ചെറുതാന്നാ പറയണത്. ബാക്കി വലിയ നക്ഷത്രങ്ങളൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യനൊക്കെ വളരെ ചെറുതാണ്. അങ്ങനത്തെ കോടാനകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചം ഇതൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക. ലാസ്റ്റ് എന്താ ഞങ്ങള് ഫഖിനാ അദാബന്നാർ. അതാണ് നമുക്ക് മനസ്സിലാകേണ്ട കാര്യം. ഇതൊക്കെ ഒരു സംഭവമാണ്, ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് കടന്നുറങ്ങാൻ പറ്റൂല. അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതാണ് ഫഖിനാ അദാബന്നാർ. അത് വിശുദ്ധ ഖുർആന്റെ ഒരു ശൈലിയാണ്. എപ്പോൾ അത്ഭുതങ്ങളെ പറ്റി പറയുമ്പോഴും, അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പാകട്ടെ മനുഷ്യന്റെ സൃഷ്ടിപ്പാകട്ടെ, അത് ഒരു തിരിച്ച് ഒരു മടക്കി പടച്ചോനെ കൊണ്ടുവരും. അപ്പൊ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുഅ്മിനീനിലെ ആയത്തുകൾ നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? സുമ്മ ജഅൽനാഹു, മനുഷ്യനെ
വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സന്ദർഭത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെയാണ് നമ്മൾ ഈ ആയത്ത് കേൾക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജം കൂടിച്ചേർന്ന് അതൊരു ഭ്രൂണമായി, ഒരു 2 കോശമുള്ള സൈഗോട്ടായി ഭ്രൂണമായി, അത് 4 കോശമായി, 8 കോശമായി, 16 കോശമായി, അത് ഒരു ചെറിയ കുഞ്ഞു കുട്ടിയായി, പിന്നെ അതിന് പടച്ചോന് അവയവങ്ങളും ഒരു മനുഷ്യൻ്റെ ഒരു രൂപം വന്നു, കണ്ണ് വന്നു, കാത് വന്നു, ഹൃദയം വന്നു, ഹൃദയമിടിപ്പ് വന്നു. അങ്ങനെ കൃത്യമായിട്ട് ഇന്ന് ഇപ്പൊ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഒരു ഭ്രൂണത്തിന്റെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ വളരെ കൃത്യമായിട്ട് ശാസ്ത്രം മനസ്സിലാക്കിയത് ഇവിടെ അടുത്താണ്. പക്ഷെ 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയ ആയത്തില് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അത്ഭുതം മനസ്സിലാക്കേണ്ടത്, ആദ്യമായി കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പ് ഉണ്ട് അല്ലേ, കുട്ടികളോടൊക്കെ ചോദിച്ചറിയും. ആന്റൺ വോൺ ലീവൻ ഹൂക്ക് എന്ന് പറഞ്ഞ ആളാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ആ അദ്ദേഹം കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പിന്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് മനുഷ്യ ബീജത്തെ, അതായത് ഒരു ആണിന്റെ ശുക്ലം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അന്ന് പോലും ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയ എന്തരങ്ങൾ, ശാസ്ത്രലോകം മനസ്സിലാക്കിയത് എന്തരങ്ങൾ, എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുക അറിയോ? അതായത് ഈ ഗർഭാശയത്തിൽ ഈ പുരുഷന്റെ ബീജത്തിൽ എന്തുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടി ഗർഭാശയത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, അവിടുത്തെ ചോര വലിച്ചു കുടിച്ച് വലുതാവും. അതാണ് പിന്നെ മാസക്കുളി ഉണ്ടാകാത്തത്. അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്നാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടും ശാസ്ത്രലോകം വിശ്വസിച്ചത്. ഹോമങ്കുലസ് എന്ന് പറഞ്ഞ ചെറിയൊരു കുഞ്ഞു കുട്ടി ഈ ഭ്രൂണത്തിൻ്റെ ഉള്ളിലുണ്ട്, ഈ ആണിൻ്റെ ബീജത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിങ്ങനെ ഗർഭാശയത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ അങ്ങനെ രക്തം കുടിച്ച് വലുതാകുകയാണ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് പുരുഷ ബീജത്തെ നോക്കിയിട്ട് അതിൻ്റെ തല കണ്ടിട്ട് പറഞ്ഞത് ആ കുട്ടിയാണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോഴൊക്കെയാണ് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തത്, ഇതിൻ്റെ ഘട്ടങ്ങളും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായത്. പക്ഷേ 1400 വർഷം മുമ്പ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഘട്ടങ്ങൾ വിവരിക്കുകയാണ്. എത്ര കൃത്യമായിട്ടാണ്. ആദ്യം എന്ത് ചെയ്തു, അത് 2 ആണും പെണ്ണിൻ്റെയും ബീജം കൂടിച്ചേർന്ന ഒരു നുത്ഫയായി, എന്നിട്ടോ അത് പിന്നെ അലക്കത്തായി, ഈ ഗർഭാശയ ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അട്ടയെപ്പോലെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന, അട്ടയെപ്പോലെ എന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്, നിങ്ങളിപ്പോൾ എടുത്തു നോക്കി അട്ടൻ്റെ അതേപോലെ. പിന്നെ അത് മുതുകയായി. മുതുക പറഞ്ഞ ഭാഷാർത്ഥത്തിൽ ചവച്ചരക്കപ്പെട്ടത് എന്നാണ്. നമ്മളിപ്പോൾ ഒരു ബബിൾക്ക് അങ്ങനെ ചവച്ച് കാരണം തുപ്പി എന്തുണ്ടാവും, ആ ബബിൾക്ക് എത്തുമ്പോൾ പല്ലിൻ്റെ അടയാളം ഉണ്ടാവും. അതേപോലെ നട്ടലിൻ്റെ സാധനം ഉണ്ടായി വരുന്ന ചെറിയ പല്ലിൻ്റെ മരത്തെ ഇത് കാണാൻ പറ്റും. ഒരടുത്ത സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും, മുതുകയായി എന്നാണ്. എന്നിട്ട് ആ മുതുക എന്ത് ചെയ്തു, ആ മുതുക എല്ലായി മാറി. ആ എല്ലാം എന്ത് ചെയ്തു, അസ്ഥി മാംസം കൊണ്ട് അതിനെ, മസിൽ കൊണ്ട് അതിനെ പൊതിഞ്ഞു. അപ്പോൾ ആദ്യം എല്ലാം ഉണ്ടാകണം, പിന്നെ മസിലുണ്ടാകും. എന്നിട്ടോ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, എന്നിട്ടൊരു മറ്റൊരു സൃഷ്ടിയായി അള്ളാഹു അതിനെ സൃഷ്ടിച്ചു എന്നാണ്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ പറയണ എന്താ കാര്യങ്ങള്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, നിങ്ങളെല്ലാവരും ഞാൻ മരിപ്പിക്കുന്ന പറഞ്ഞത്. അവസാനിക്കണില്ല, ആ മരിച്ചോടുത്ത് നിൽക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ്, സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, ഖിയാമത്ത് നാൾ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും, ആഴ്ച കൊടുത്താത്താനെയും മയമുട്ടിനെയൊക്കെ അതേമാതിരി തന്നെയാണ് വരിക. നമ്മളെന്നെ ഇക്കാരം അവിടെ. ഞാൻ അങ്ങനെ വിചാരിച്ചണ്ട, നമ്മളാവില്ല, നമ്മളെ പോലത്തെ വേറെ ആൾക്കാരാണ് വിചാരിച്ചണ്ട, നിങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടാകുക. ഈ ഖബറിന്ന് നമ്മൾ തന്നെയാണ് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പടച്ചോൻ കൃത്യമായിട്ട്. അപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഏത് അത്ഭുതങ്ങളും അള്ളാഹു പറയുമ്പം അത് മുട്ടിച്ചിനവിടെ ഞങ്ങള് മരണാനന്തര ജീവിതത്തിലേക്കാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്.
അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ അത്ഭുതങ്ങളൊക്കെ പറയണം. അപ്പം അതുകൊണ്ട് ഇതറിയാന്നുള്ളത്, ഈ അള്ളാഹുവിനെ അറിയാന്നുള്ളത് തന്നെ ആരാധനയാണ്. അള്ളാഹുവിനെ അറിയുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കും. അള്ളാഹിനെ സ്നേഹിക്കുന്നത് ഇബാദത്താണ്. അള്ളാഹുവിനെ അറിയും തോറും നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടും തോറും നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളും. നിങ്ങൾക്ക് അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ആളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക, അല്ലേ? അള്ളാഹുവിനെ നമ്മൾ തവക്കുൽ ചെയ്യാൻ നമ്മൾ, കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും എല്ലാറ്റിൻ്റെയും പരിഹാരം അറിയുന്നവനും ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്നവനുമായ ഒരു അള്ളാഹുവിനെയാണ് നിങ്ങൾ മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അള്ളാഹിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? തവക്കുല് ചെയ്യുക, വിശ്വസിക്കുക, ഭരമേൽപ്പിക്കുക. ആ അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്കാണ് മരണമെന്നത്, അല്ലേ? ഒരു ചെറിയ ഇടങ്ങേറുണ്ടാവുമ്പോൾ പോലും വിശ്വാസി എന്താ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ജീവൻ തന്ന, ഈ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് ജീവിക്കാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി തന്ന്, നമ്മളെ ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കാത്തിരിക്കുക, ഒരു വലിയ സ്വർഗവും സംവിധാനിച്ച് നമ്മളെ കാത്തിരിക്കുകയാണ് പടച്ചോൻ വിരുന്നിനും വേണ്ടി, അല്ലേ? ഒരു കല്യാണം കഴിഞ്ഞ് നമ്മൾ നല്ല സൽക്കാരൊക്കെ ഉണ്ടാക്കി മരോനും മരോളിയും കാത്തിരിക്കൂലേ? അതെന്തുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്, അല്ലേ? പണ്ടൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നോമ്പ് സൽക്കാരത്തിന് മൂതിരിട്ടൊരു കവറൊക്കെ കൊടുത്തിനു, ഇപ്പൊ ഒക്കെ പോയിക്കണ്. അതെന്താണ്? അതൊരു സ്നേഹമാണ്, വിരുന്നാണ്, സൽക്കാരമാണ്, സമ്മാനമാണ്. അള്ളാഹുവിന്റെ വിരുന്നാണ് സ്വർഗം. ഒരു കാതും കണ്ടിട്ടില്ലാത്ത, അല്ല ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിനും ഹൃദയത്തിനും സങ്കല്പിക്കാനാവാത്തതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ആ സ്വർഗത്തിന്റെ വാതിലാണ് കഴിഞ്ഞ റമളാനിൽ പടച്ചോ നമുക്ക് വേണ്ടി തുറന്നിട്ടെന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ടേക്ക, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും അടച്ചിട്ടേക്ക, സ്വർഗത്തിന് തടസ്സമായി നിന്നിരുന്ന പിശാചിനെ ചെങ്ങലക്കിട്ടേക്ക. പിന്നെ നമ്മളും സ്വർഗത്തിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞുപോയി, റമളാൻ കഴിഞ്ഞുപോയി. പക്ഷെ നമുക്ക് മാറാൻ പറ്റില്ല. നമ്മൾ പഴയ മര്യാദ ഇപ്പോഴും. അന്ന് ഖുർആൻ പൂട്ടിവെച്ച പിന്നെ നമ്മൾ മര്യാദക്കൊന്നും ഓതിയിട്ടില്ല, അല്ലേ? അന്ന് ചെയ്തിരുന്ന പല സുന്നത്തും പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ മാറ്റിവെച്ചു. നമുക്കും സ്വർഗത്തിനും ഇടയിലുണ്ടായിരുന്ന സകല തടസ്സങ്ങളെയും അള്ളാഹു നീക്കം ചെയ്ത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് നരകത്തിന്റെ വാതിലുകൾ അടച്ച് പിശാചിനെ ചെങ്ങലക്കിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്ത് കയറ്റാൻ വേണ്ടി റെഡി ചെയ്യുന്നു. പക്ഷെ നമ്മൾ റെഡിയായില്ല. അപ്പൊ എന്താ പ്രശ്നം? നമ്മളടുത്താണ് പ്രശ്നം. നമ്മൾ മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നിങ്ങളെന്താ പറയുക, ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ സ്വർഗവും നരകവും ഉണ്ടാക്കിയിട്ട് ജിബ്രീലിനോട് അത് കണ്ടുവരാൻ വേണ്ടിയിട്ട് പടച്ചോൻ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. തിർമിദിയിലും അബൂദാവൂദിലൊക്കെ ഉദ്ധരിക്കണ ഹദീസാണ്. അത് കണ്ടിട്ട് സ്വർഗം ഉണ്ടാക്കി പടച്ചോൻ. എന്നിട്ട് ജിബ്രീലിനോടൊന്ന് പോയി നോക്കാൻ പറയാം. അങ്ങനെയല്ല, നമ്മളൊരു അതിർപ്പുള്ള സാധനം ഉണ്ടാക്കിയാൽ നമ്മൾ പറയാലോ ചെന്ന് പോയി നോക്ക്. അങ്ങനെ ജിബ്രീൽ പോയി കണ്ടുവന്നു എന്നാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത് കണ്ടാള് എന്നല്ല പറഞ്ഞത്, ഇത് കണ്ടോര് നല്ല ജിബ്രീൽ പറഞ്ഞ. ഇതിനെപ്പറ്റി കേട്ട ഒരാളും ഇതിലെത്താതക്കൂല എന്നാണ്. അത്രയും അടിപൊളിയാണ് സ്വർഗം. എന്ത്? ഇതിനെപ്പറ്റി കേട്ട ഒരാളും ഇതിലെത്താതക്കൂല എന്ന് പറഞ്ഞാല് എന്തേക്കാരെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്തു. എന്ത്? ആ സ്വർഗത്തെ മക്കാരിഹകളായ കാര്യങ്ങൾ കൊണ്ടൊന്നാണ് പൊതിഞ്ഞു എന്നാ പറഞ്ഞത്. ഹഫ എന്നാ പറഞ്ഞ, ഹഫ ബിൽ മക്കാരി. എന്താ ഹഫ എന്താ? മക്കാരി പറഞ്ഞാല് ചെയ്യാൻ ഇടങ്ങേറുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സ്വർഗത്തെ അങ്ങോട്ട് പൊതിഞ്ഞു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് പോയി നോക്കാറ്. അങ്ങനെ രണ്ടാമത് ജിബ്രീൽ സ്വർഗം പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയപ്പെടുകയാണ്, ഒരൊറ്റ ആളും ഇതിലെത്തൂല എന്നാ പറഞ്ഞത്. ഒരൊറ്റ ആളും ഇതിലെത്തൂല എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് പറഞ്ഞു. കാരണം എന്താ പറയുക, ഞങ്ങള് കുറച്ചിടങ്ങേറുണ്ട്. സ്വർഗത്തിൽ കയറാൻ കുറച്ചിടങ്ങേറ് വെച്ചുകണം തന്നെയാണ്. എന്താണ്?
എല്ലാ കാര്യങ്ങളും കുറച്ചടങ്ങേറുടിച്ച കാര്യങ്ങളാണ് അല്ലേ. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല. എല്ലാവരും കാട്ടണമാരി കാട്ടിയാൽ സ്വർഗത്തേക്ക് പോകാൻ പറ്റൂല അല്ലേ. നമ്മളെ ആൾക്കാർ വല്ല എന്താ ഒരു പ്രശ്നം, എന്താ പലിശക്കൊരു പ്രശ്നം, എന്താ ഒരു ഹൗസിംഗ് ലോണ് ഒരു 5%, 6% ലോണ്, വിദ്യാഭ്യാസ ലോണ് കുട്ടികൾക്ക് എടുത്തു കൊടുത്താൽ ഓനോടൊരാൾ പറഞ്ഞാണ് ഓനൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പൈസ കൊടുത്താൽ ഓന ബോധം ഉണ്ടാവില്ല. ഓൻ്റെ പേരിൽ ലോൺ എടുക്കുമ്പോൾ ഓന് ബോധം ഉണ്ടാവും, ഇത് അടക്കണം, ഇതിന് പലിശ കൊടുക്കണം, അപ്പോൾ നന്നായി പഠിച്ചോളുന്ന്. എന്താലേ, അതാണ് പറഞ്ഞത്, ഈ പിശാചൊക്കെ ഭംഗിയാക്കി കാണിക്കുന്നതാണ്. എല്ലാം ഭംഗിയാക്കി, തെറ്റുകളെ ഭംഗിയാക്കി കാണിക്കുക. നമുക്ക് കേട്ടിരുന്ന കുഴപ്പമില്ലാന്നോല്ലേ അല്ലേ. ഒരാൾ ഒരു ചെക്കനെ നമ്മൾ സ്വന്തം മകന് പൈസ ഉണ്ട് എന്നാലും ഓൻ ലോൺ എടുത്ത് പഠിപ്പിച്ചു. എന്തിനാണ്? ഓനൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകാൻ വേണ്ടി. കാരണം ഓൻ ലോൺ അടക്കേണ്ടി വരും, അപ്പം കുതിരഴിച്ചൂല. ഇബ്ലീസ് നമ്മളെ മനസ്സ് കിട്ടേരാണ്. വസുയ്യിന ലഹുമു ശൈത്താൻ, ശൈത്താൻ ഭംഗിയാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ എന്തിനാ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ ചെറിയൊരു ലോൺ എടുത്താൽ എന്താ, മെല്ലെ മെല്ലെ അടച്ചാൽ മതി. 20 കൊല്ലം കൊണ്ട് 25 കൊല്ലം കൊണ്ട് അടച്ചാൽ മതി. നമ്മളെ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു EMI. കേട്ടാൽ നല്ല ചുരുക്കുണ്ട്, കേട്ടാൽ തോന്നുന്നു നല്ല പരിപാടിയാണെന്ന്. പക്ഷെ എന്താ നിങ്ങൾ, മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അതന്നെയാണ്, സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? കുറച്ചടങ്ങേറുണ്ടാവും, ലോൺ എടുക്കാൻ പറ്റൂല അല്ലേ. ഇപ്പം കുടിയിരിക്കപ്പോൾ അടുക്കള, എൻ്റെ സുഹൃത്ത് പറഞ്ഞ അടുക്കള പറ്റ കിടന്ന് പെണ്ണുങ്ങൾക്ക് എന്താണ് അടുക്കള നന്നാക്കണം എന്നാ പറഞ്ഞത്. നിങ്ങൾ ബാക്കിയൊന്നും നന്നാക്കില്ല, അടുക്കളെങ്കിലും ഒന്ന് നന്നാക്കി തരുന്നത്. അത് സത്യമാണ്. കാരണം പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവിടുന്ന സ്ഥലം അടുക്കളയാണ്. അപ്പോൾ അതെങ്കിലും നന്നായി കിട്ടിയാൽ അല്ലേ. നമ്മളമ്മാർ ചിലപ്പോൾ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാണെങ്കിൽ നമ്മൾ ബ്രോസ്റ്റ് കൊണ്ടുവന്നിട്ട് കാര്യമല്ല, നല്ല റോഡ് സൈഡിൽ നിന്ന് നല്ല ഈർക്കിലൊരു ചൂലിട്ടിയാൽ കൊണ്ടേ കൊടുത്താൽ മതി ഉമ്മാക്ക്. ഉമ്മ ചിലപ്പോൾ അത് ആ ബ്രോസ്റ്റിനേക്കാൾ ഉമ്മാക്ക് സന്തോഷം തേക്കറ നല്ല ഈർക്കിളില്ല ചൂല്, മാറാലിട്ടാൻ പറ്റിയ നല്ല ഉയരമുള്ള സാധനങ്ങൾ കൊടുന്നതിലും കിട്ടിയാൽ അത് കൊണ്ടേ കൊടുത്താൽ അമ്മ ഹാപ്പിയാവും. അത് ഓരോരുത്തർക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം. ഇപ്പം സഹോദരങ്ങളെ, നമ്മളെന്താ പറയുക, അള്ളാഹ്ക്ക് എന്താണ്, അള്ളാഹ്ക്കു റസൂലിന് എന്താണോ ഇഷ്ടം അതാണ് നമ്മളിഷ്ടം, അതാകണം നമ്മളിഷ്ടം. അപ്പോഴാണ് സ്വർഗം കിട്ടുക. സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ചിടങ്ങേറുണ്ട്. കാരണം എന്താ പറയുക, കാലാകാലം ഉള്ളതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ 5 കൊല്ലം 10 കൊല്ലം 100 കൊല്ലമല്ല. ഇവിടെ ആൾക്കാർ ഈ കെട്ടിമറിയണൊക്കെ എന്തിനാണ്? ഒരു 20-25 കൊല്ലം ജീവിക്കാനാണ് ഈ കെട്ടിമറിയണത്. ഇത് കാലാകാലാണ്, അവസാനമല്ല, മരണമല്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാ സുഖങ്ങളും ആലോചിച്ച് നോക്കി. നമ്മളിവിടെ ഒരു റൂം എടുത്തു, ഒരു ദിവസം നല്ല റൂം നല്ലൊരു സ്ഥലത്ത് എടുക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം അല്ലേ. നല്ല റിസോർട്ടിൽ ഒരു ദിവസം നിൽക്കണമെങ്കിൽ നിങ്ങൾ 4 കുട്ടികളായിട്ട് പോയി നോക്കി. അങ്ങനെ ചെറിയ പൈസ കൊണ്ട് നിൽക്കാൻ പറ്റൂല. നല്ല സൗകര്യങ്ങൾ കൊടുത്ത് നല്ല പൈസ കൊടുക്കണം. ഒരു ദിവസം 2 ദിവസമൊക്കെ ചൊറുക്കുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ആഫീസ് കിട്ടും. ഇത് കിയാമത്ത്, ഇത് കാലാകാലാണ്, മരണമല്ല, അതാണ് സ്വർഗം. അപ്പൊ ഈ കയറണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടണ്ടേ. അതേപോലെ നരകണ്ടാക്കിയിട്ട് ജിബ്രീലിനോടൊന്ന് പോയി നോക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ പോയി നോക്കി ജിബ്രീൽ വന്നിട്ട് പറയാണ്, ഇതിനെപ്പറ്റി കേട്ടൊരാളും ഇതിൽ ചാടൂലാന്ന്, അതിൽ മുകൂലാന്നാണ്, ഓനെ രക്ഷപ്പെടും ഇന്ന് നോക്കി നടക്കും. അതിൽ അള്ളാഹു എന്താ ചെയ്ത നിങ്ങള്, അള്ളാഹു ഹഫബിൽ ഷഹവാത്തി എന്നാണ്. അള്ളാഹു ഷഹവാത്തുകൾ കൊണ്ട് നരകത്തെങ്ങട്ട് പൊതിഞ്ഞു എന്നാണ്, ദേഹേച്ഛകൾ കൊണ്ട്. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, നമ്മളങ്ങനെ മനസ്സ് പ്രേരിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ട് അതിനോട് പൊതിഞ്ഞു. എന്നിട്ട് ജിബ്രീലിനോട് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ജിബ്രീൽ പോയി നോക്കി വന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഈ കുണ്ടിലും മുകുന്നാ പറഞ്ഞു, എല്ലാവരും ഈ കുണ്ടിലും മുകും, ഞാൻ പേടിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിൽ മുകണ കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, നമുക്ക് അള്ളാഹു കണ്ണും ചെവിയും കാതും ഇതൊക്കെ നൽകി എന്തിനാ വെച്ചാല് ഇതൊക്കെ മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ആലോചിച്ച് നോക്കി, ഈ എന്താണ് പ്രപഞ്ചത്തില്, ആഫാക്കില്, നിങ്ങളിൽ തന്നെയും ഈ കാണുന്ന ഈ ചുറ്റുമുള്ള അണ്ടകടാഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും, അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും അള്ളാഹു കുറേ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞില്ല, ചന്ദ്രനിൽ പോയി വരാൻ, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പം കാണുന്ന മഹാ അത്ഭുതങ്ങൾ, ഈ നക്ഷത്രങ്ങൾ,
നമ്മളെ ശരീരത്തിൽ തന്നെയുള്ള, ഞാൻ ഇപ്പൊ ഇവിടെ വരുമ്പോ മൂപ്പരോട് ചോദിച്ചു നിങ്ങളെ പെരിയിലെ വെള്ളത്തിന്റെ ടാങ്ക് എത്രയാണ് ചോദിച്ചു. മൂപ്പരന് 1000 ലിറ്റർ ആണെന്ന് പറഞ്ഞു. എന്റെ ഒരു ഓർമ്മ 1000 ലിറ്ററിന്റെ പെരിയിൽ 2500 അങ്ങനെ എന്തോ ആണ്. ഞാൻ എന്തിനാ ചോദിച്ചാല് നമ്മളെ ഹൃദയം ഒരു ദിവസം, നിങ്ങൾക്കറിയാം, ഒരു ദിവസം നമ്മളെ ഹൃദയം 1,00,000 പ്രാവശ്യം സ്പന്ദിക്കുന്നു. 7000 ലിറ്റർ ബ്ലഡ് നമ്മളെ ഹൃദയം പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് 7000 ലിറ്റർ ചോര വേണം. 7000 ലിറ്റർ. നിങ്ങളെ പെരീത്തെ ടാങ്ക്, വെള്ളത്തിന്റെ ടാങ്ക് 1000 ലിറ്റർ ഉള്ളൂ. ഇനി വലിയ പൈസക്കാരാണെങ്കിൽ, വലിയ ബമ്മാടൊക്കെ ആണെങ്കിൽ ഒരു 3000, അല്ലെങ്കിൽ 2 വെച്ച 6000 ആവുള്ളൂ. 7000 ലിറ്റർ ആലോചിക്കി. 7000 ലിറ്റർ ഉള്ള ടാങ്ക് നിങ്ങൾ വെള്ളം അടിച്ചണമെങ്കിൽ കറണ്ടിന് എത്ര പൈസ കൊടുക്കണം? ഒരു ദിവസം 7000 ലിറ്റർ ബ്ലഡ് ഹൃദയം പുറത്തേക്ക് തള്ളുന്നുണ്ട്, എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട്. 1,00,000 പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയതൊക്കെ നമ്മളെ തലച്ചോറ് അത്ഭുതങ്ങളാണ്. മനുഷ്യൻ ഇപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിനെ പോലത്തെ കമ്പ്യൂട്ടറാണ്. നിങ്ങളെ ഫോൺ എത്ര? ഇപ്പൊ കഴിഞ്ഞ ഫോൺ എത്ര? എന്റെ ഫോണ് 512 GB ആണ്, അറിയും അല്ലേ? 512 GB അല്ലെങ്കിൽ 1 TB ഒക്കെയാണ് ഇപ്പൊ വലിയ ഫോൺ എന്ന് പറഞ്ഞപ്പോ അതാണ് 1 TB. നിങ്ങളെ തലച്ചോറ് എത്ര നിങ്ങൾക്ക്? 2400 TB ആണ്, അല്ലെങ്കിൽ 24,000 GB ആണ് തലച്ചോറ് പറഞ്ഞാല്. മെമ്മറി, വെറും മെമ്മറി, ഹാർഡ് ഡിസ്ക് മാത്രമല്ല തലച്ചോറ്. തലച്ചോറിൽ എല്ലാ പരിപാടിയും, അതിന്റെ കൂട്ടത്തിലൊരു പരിപാടിയാണ് സ്റ്റോറേജ് പറഞ്ഞത്. സ്റ്റോറേജിന് മാത്രമുള്ള സാധനമല്ല തലച്ചോറ്, എല്ലാ പരിപാടിയും ഇവിടെ നടക്കണ്ട. അതിന്റെ ഒപ്പം അതിന് 2400 TB സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. 1 TB പറഞ്ഞാൽ തന്നെ 1000 GB ആണ്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു തലച്ചോറ്. എല്ലാം നമ്മൾ ഏത് സാധനങ്ങളെടുത്തേക്ക് മനുഷ്യന്റെ ശരീരം എല്ലാം അത്ഭുതമാണ്, അല്ലേ? ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെന്താണ്, ഒരു ഡയാലിസിന്റെ മെഷീൻ തന്നെ അതിന്റെ വലുപ്പത്തിൽ ഫ്രിഡ്ജിന്റെ വലുപ്പമുണ്ട് ഒരു ഡയാലിസിസ് മെഷീൻ. അതിപ്പോ ഒരു കിഡ്നിന്റെ പണിയാണ് ഇപ്പൊ എടുക്കണത്. നമ്മളെ കിഡ്നി എത്ര? നാടൻമാങ്ങന്റെ അണ്ടിന്റെ അത്രയൊക്കെ ഉള്ള ഒരു കിഡ്നി പറഞ്ഞാല്, ഒരു നാടൻമാങ്ങന്റെ വലുപ്പമുള്ള ഒരു കിഡ്നി. ആ കിഡ്നി എടുക്കുന്ന പണിയാണ് ഇപ്പൊ ഈ പെട്ടിമരുത്ത മെഷീൻ എടുക്കണം. അതും പൂർണ്ണമായിട്ട് എടുക്കണില്ല, അത് കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. പിന്നെ കുറെ പണി നടക്കാത്തതുണ്ട്. കിഡ്നി നടത്തുന്ന പല കാര്യങ്ങളും അതിനെ കൊണ്ട് നടത്താൻ പറ്റാത്തുണ്ട്. അങ്ങനെ മനുഷ്യ ശരീരം ഒരു അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിയാനും മനസ്സിലാക്കാനാണ്. നമ്മളെ കണ്ണ്, അല്ലെ? കണ്ണിന്റെ ക്യാമറന്റെ പവർ എത്രയാണ്, അല്ലെ? അതിന്റെ ലൈറ്റ് കൂടുമ്പോൾ കുറയുമ്പോഴൊക്കെ നമ്മൾ ലെൻസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ലെൻസിന് രക്തക്കോയിൽ, ശരീരത്തിലെ രക്തക്കോയിൽ ഇല്ലാത്ത അവയവമാണ് ലെൻസ്. ബാക്കിയുള്ള എല്ലാ അവയവങ്ങൾക്കും രക്തക്കോയിലുണ്ട്. ലെൻസിൽ എന്താ രക്തക്കോയിൽ ഇല്ലാത്തത്? ലെൻസിന്റെ കൂടെ രക്തക്കോയിൽ പോയ എന്തേക്കാര സ്ഥിതി? നമ്മൾ രക്തക്കോയിൽ ഇങ്ങനെ ഈ ലെൻസ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ലെൻസ് ക്ലിയർ ആണ്, അതിന്റെ ഉള്ളിൽ മാത്രം രക്തക്കോയിൽ. ബാക്കി ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും രക്തക്കോയിലുണ്ട്, ലെൻസിൽ രക്തക്കോയിലില്ല. അവിടെ ഓക്സിജൻ എത്തിക്കാൻ അല്ലാഹു വേറെ സംവിധാനമാണ് ഒരുക്കിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മളെ ശരീരത്തിൽ എന്തെടുത്താലും നമ്മളെ ഈ 206 എല്ലുകള്, അങ്ങനെ നമ്മളെ താങ്ങി നിർത്തുന്ന എല്ലുകള്, അതിലെ കാൽസ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ജനിച്ചപ്പോഴുള്ള കാൽസ്യം അല്ല ഇപ്പൊ ഉള്ളത്. അതിലെ കാൽസ്യം, അതിലെ സാധനങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാണ്. അങ്ങനെ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ DNA, മനുഷ്യന്റെ DNA ഇങ്ങനെ അങ്ങോട്ട് ഏച്ചൂട്ടിയാൽ എത്ര? 7200 കോടി കിലോമീറ്റർ ആണ്. 7200 കോടി കിലോമീറ്റർ ആണെന്ത്? ഒരാളുടെ ശരീരത്തിലെ DNA എന്ന് പറഞ്ഞ കോശത്തിൽ ഇങ്ങനെ ചുരുട്ടി വെച്ച സാധനമാണ് DNA എന്ന് പറഞ്ഞാല്. അതിങ്ങനെ നീർത്തിയാല്, ഒരു കോശത്തിലെ DNA നിർത്തിയാൽ 2 മീറ്റർ ഉണ്ട് എന്നാണ്. നിങ്ങളെ എല്ലാ കോശം 39 ട്രില്യൺ കോശങ്ങൾ മുഴുവൻ DNA എടുത്ത് നിങ്ങൾ പട്ടം പറത്തണമാര് ഇങ്ങനെ ഏച്ചൂട്ടിയാല് 7200 കോടി കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് സൂര്യൻക്ക് തന്നെ 15 കോടി കിലോമീറ്റർ ഉള്ളൂ. അതിനേക്കാൾ നീളമുണ്ട് ഒരാളുടെ DNA. അപ്പൊ ഇത്രയും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ട്, അല്ലെ? ഈ ആകാങ്ങൾ മേലേക്ക് നോക്കി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊന്നും കൂട്ടിയിടിക്കാതെ ഈ സൂര്യൻ, അല്ലെ? ഈ ഭൂമി
ഈ ഭൂമിന്റെ പൊസിഷൻ ഒന്ന് സൂര്യന്റെ ഒക്കെ അടുത്താണെങ്കിലോ നമ്മളൊക്കെ കത്തി ചാമ്പലാവും. ഒന്ന് കുറച്ച് ബാക്കൊക്കെ പുറത്തേക്കാണെങ്കിലോ തണുത്തറിഞ്ഞ ഐസായിട്ടുണ്ടാവും. അത്രയും കറക്റ്റ് ആയിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ സൂര്യനിൽ നിന്ന് ഭൂമി കൃത്യമായിട്ട് നിലകൊള്ളുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്താണ്, ചിന്തിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ? ഇതൊക്കെ എന്തിനാണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും ഹബസ, വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടതാണ്. അത്രയും സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ട് മരിച്ചങ്ങോട്ട് മണ്ണായി പോണതോടുകൂടി അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങളൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ പലതും കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ കണ്ടറിയുന്നില്ല. കാണലും കണ്ടറിയലും വ്യത്യാസമുണ്ട്. പടച്ചോടൊക്കെ ചോദിക്കല്ലോ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ല എന്നല്ല, നിങ്ങൾ കണ്ടറിയുന്നില്ല എന്നാണ്. കാണുന്നതും കണ്ടറിയണതും കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ? ഈ അറബിയില് ഫഅലിൻ തഫഅലി ഉണ്ട്. എന്ത്? ഫഅലിൻ തഫഅലി ഉണ്ട്. ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ചെയ്തു, ഒരു കാര്യം ചെയ്യണീനാണ് ഫഅല എന്ന് പറയാ. തഫഅല എന്ന് പറഞ്ഞാല് മെനക്കെട്ട് ചെയ്യണീനാണ്, എടങ്ങേറുടിച്ച് ചെയ്യണീനാണ്, കുറച്ച് മെനക്കെടുന്നതിനാണ്. ഒരു മഷക്കത്തുണ്ടാവും, ഒരു എടങ്ങേറുണ്ടാവും. തഫഅല. ബസറ തുബ്സിറൂനാണ്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ? അപ്പൊ ഒരു മെനക്കെട്ട് കാണണം, കണ്ടാലോചിക്കണം അല്ലെ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? യതദബ്ബർ, തദബ്ബർ എന്ന് പറയുന്നത് ദബ്ബറ തതദബ്ബർ തഫഅല, എല്ലാത്തിനും ഒരു മെനക്കെട് വേണം. അങ്ങനെ ഉറ്റാലോചിക്കുക, ആലോചിക്കുക എന്നല്ല പറയാ, ഉറ്റാലോചിക്കുന്നില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ കാണാത്തവരെ പോലെ ആകരുത് അല്ലെ? ഈ കണ്ണുകൊണ്ട് കാണാൻ, ഈ രണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അല്ലെ, തലച്ചോറ് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. വിശുദ്ധ ഖുർആൻ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവർ എന്തില്ല, അവർ അതുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. കണ്ണുണ്ട്, അവർ കണ്ട് മനസ്സിലാക്കുന്നില്ല. ചെവിയുണ്ട്, പക്ഷെ അവർ കേട്ട് ഗ്രഹിക്കുന്നില്ല, കേട്ടറിയുന്നില്ല, കണ്ടറിയുന്നില്ല, കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പടച്ചോൻ തന്നിട്ട് എന്തിനാണ് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്? എന്താണ് ചിന്തിക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചാണ്. മഅരിഫത്തുള്ളാണ്. അള്ളാഹുവിനെ നമ്മൾ അറിയലാണ്, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കലാണ്. ആ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോ എന്തുണ്ടാവും? ആ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പം നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കും അല്ലേ? അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കും. കാരണം എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോ ഏറ്റവും നന്നായി ചെയ്യുക. ഒരു 2 റക്അത്ത് നിസ്കരിച്ചാണെങ്കിൽ തന്നെ അത് നന്നായി ഊതുകൊടുത്ത്, നന്നായി നല്ല നിയ്യത്തോടും നല്ല ഖുശൂഓടും കൂടി നിസ്കരിക്കുക. കാര്യങ്ങൾ നന്നാക്കി കുറെ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യണത് നന്നാക്കി ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്ത് ഈ ജീവിതത്തെ സംവിധാനിച്ചത്.